10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ട്രയാങ്കിൾസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. 9ാം ക്ലാസ്സിലും ഇതേപോലെ തന്നെ ട്രയാങ്കിൾസ് ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. കോൺഗ്രൻസ് ഓഫ് ട്രയാങ്കിൾസ് ആയിരുന്നു 9ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. 10ാം ക്ലാസ്സിലെ ട്രയാങ്കിൾസിൽ പ്രധാനമായിട്ടും സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നതിന് മുൻപേ, അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടീസോ ക്രൈറ്റീരിയയോ ഒക്കെ പറയുന്നതിന് മുമ്പേ ഈ ചാപ്റ്ററിൽ നമുക്കൊരു തിയറം പഠിക്കാനുണ്ട്. തിയറം 6.1. അതിന്റെ പേര് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെങ്കിൽ തെയിൽസ് തിയറം എന്നാണ്. സോ ഈ 6ാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് തിയറം ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഇത് പറയുന്നതിന് മുമ്പേ നമുക്ക് ഒരു ചെറിയ റിവിഷൻ നടത്താം. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പഴയ ക്ലാസ്സുകളിൽ നമുക്ക് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഈ തിയറം ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. സോ നമ്മൾ ഈ തുടക്കത്തിൽ പറയുന്ന ഈ 2-3 കാര്യങ്ങൾ ഇത് നന്നായി മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ തിയറം ചെയ്യാൻ പോകാവൂ. ഈ കാര്യങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ ഈ തിയറം നമുക്ക് ചെയ്യാൻ വളരെ വളരെ എളുപ്പമായിരിക്കും. ശരി, ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. നമുക്കറിയാം അതിന്റെ ഫോർമുല. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് BH, ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അറിയാമല്ലോ, ബി എന്നുള്ളത് ബേസ് ആണ്. ഇതിൽ H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളിതിനെ ഓൾട്ടിറ്റ്യൂഡ് എന്നും പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയാണ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ നമ്മളിതിൻ്റെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ താഴ്ഭാഗം ഇതാണ് നമ്മുടെ ബേസ് എന്നിരിക്കട്ടെ. ഇതാണ് നമ്മുടെ ബേസ് എങ്കിൽ അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാനൊരു കാരണമുണ്ട്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ബേസിൻ്റെ അവിടെ നിന്ന് ഒരു 90 ഡിഗ്രി ആയിരിക്കണം. കണ്ടോ, ഇത് 90 ഡിഗ്രിയാണ്. സോ ഇതായിരിക്കും നമ്മുടെ ഹൈറ്റ്. മനസ്സിലായില്ലേ? ഇത് ബേസും ഇത് ഹൈറ്റും. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെ ആയിരിക്കും? ഈ ബേസിന്റെ അവിടെ നിന്നൊരു 90 ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ പറയുമ്പോൾ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് പറയുമ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞു? ബേസിന്റെ അവിടെ നിന്നൊരു 90 ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ. മനസ്സിലായോ? 90 ഡിഗ്രി ഈ തൊട്ട് മേളത്തെ വെർട്ടെക്സ് വരെ പോകണം. ഇതാണ് നമ്മുടെ ഹൈറ്റ്. അപ്പോൾ 90 ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിരിക്കട്ടെ. ഇവിടെ നമുക്ക് 90 ഡിഗ്രി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനെ ബേസും ഇതിനെ ഹൈറ്റുമായിട്ട് എടുക്കാം. ഇവിടെ അപ്പോൾ നമ്മൾ ഇതിനെ ബേസ് ആയിട്ട് എടുക്കുന്നിരിക്കട്ടെ, ഈ സൈഡിനെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നിരിക്കട്ടെ. അതായത് സൈഡ് BC, ഈ BC എന്നുള്ള സൈഡിനെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നിരിക്കട്ടെ. ഇവിടെ ഇതേപോലെ ഹൈറ്റ് ഗിവൺ അല്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇതാണ് നമ്മുടെ ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ BC ആണ് നമ്മുടെ ബേസ്. മനസ്സിലായല്ലോ? എങ്ങനെയാണ് നമുക്കിവിടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുക? ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ BCയുടെ നേരെ ഓപ്പോസിറ്റ് വെർട്ടെക്സ്, ഇവിടെ അത് A അല്ലേ, എയിൽ നിന്ന് ഈ BCയിലോട്ട് എന്ത് വരയ്ക്കണം? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇതാണ് നമ്മുടെ ഹൈറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഹാഫ് BH എന്നുള്ള ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ നമുക്ക് കുഴപ്പമില്ല, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരുന്നു. ബേസും ഹൈറ്റും ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ 90 ഡിഗ്രി തന്നിട്ടില്ലായിരുന്നു. BC ഉണ്ടോ? BC നമ്മൾ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കണമായിരുന്നു? ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഈ BCയിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഈ ഒരു പെർപെൻഡിക്കുലർ ഹൈറ്റ്, സപ്പോസ് ഇതിന് AD എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? AD ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഈ താഴെയുള്ള ഈ BC എന്നുള്ള സൈഡ് തന്നെ ബേസ് ആയിട്ട് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സൈഡ് AB എന്നുള്ളതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? ബേസ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ AB ബേസ് ആയിട്ട് എടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഹൈറ്റ് വരയ്ക്കാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് ഹൈറ്റ് കിട്ടുക? ഈ ABയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതായിരുന്നത്? സിയിൽ നിന്ന് ABയിലോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. മനസ്സിലായില്ലേ? സോ ഇതാണ് നമ്മുടെ ഹൈറ്റ്. മനസ്സിലായില്ലേ? ഇത് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഹൈറ്റ്. സോ ഇപ്പൊ ഏത് സൈഡ് എടുത്താലും, BC ബേസ് ആയിട്ട് എടുത്താലും അല്ലെങ്കിൽ AB ബേസ് ആയിട്ട് എടുത്താലും, ഇനിയല്ല വേറൊരാൾ വന്നിട്ട് ഈ AC ബേസ് ആയിട്ട് എടുത്തെന്നിരിക്കട്ടെ, ഈ AC അങ്ങേര് ബേസ് ആയിട്ട് എടുത്തെങ്കിൽ ഇവിടുന്ന് ഈ ACയിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഇതായിരിക്കും ഹൈറ്റ്. അങ്ങനെ ഏത് സൈഡ് ബേസ് ആയിട്ട് എടുത്താലും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, അതായിരിക്കും നമ്മുടെ ഹൈറ്റ്. അങ്ങനെ ഏത് സൈഡ് ബേസ് ആയിട്ട് എടുത്താലും, AB ബേസ് ആയിട്ട് എടുത്താലും, ഇനി BC ബേസ് ആയിട്ട് എടുത്താലും, AC ബേസ് ആയിട്ട് എടുത്താലും എല്ലാം ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടുന്നത് സെയിം ആയിരിക്കും. സോ ഞാൻ പറഞ്ഞത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു 90 ഡിഗ്രി വേണമെന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൽ നമുക്ക് ട്രയാങ്കിൾ ABC ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ബേസ് BC ആയിട്ട് എടുത്തിരിക്കട്ടെ, BC നമ്മുടെ ബേസ് ആണെന്നിരിക്കട്ടെ. എങ്ങനെയാണ് നമുക്ക് ഹൈറ്റ് വരയ്ക്കാൻ പറ്റുക? ഇവിടെ നമുക്ക് എളുപ്പമായിരുന്നു. ഇവിടുന്ന് നേരെ മേളിലോട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സിലോട്ട് ഒരു 90 ഡിഗ്രി വരയ്ക്കാമായിരുന്നു. ഇവിടെ കണ്ടില്ലേ, ഇത് ട്രയാങ്കിൾ ഒന്ന് ചരിഞ്ഞായിരിക്കുന്നത്.
സോ ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. സോ നമ്മുടെ ബി സി, ഈ ബി മുതൽ സി വരെയുള്ള ദൂരം നമ്മൾ ബേസ് ആയിട്ട് എടുത്തെങ്കിൽ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനൊരു മാർഗമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഈ ബി സി എന്നുള്ള സൈഡ് ഇച്ചിരി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. മനസ്സിലായോ? കുറച്ച് ഇങ്ങോട്ട് നീട്ടണം. എന്നിട്ട് ബി സിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഏതാ? എ അല്ലേ? എയിൽ നിന്ന് താഴോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. നമ്മളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തില്ലേ, ആ പോർഷനിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇപ്പം നമ്മൾ വരച്ചതിൻ്റെ ഈ ഒരു പെർപെൻഡിക്കുലർ ഉണ്ടല്ലോ, ഈ പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മുടെ ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. മനസ്സിലായോ? ബേസ് ഏതാണ്? ബി സി ആണ് ബേസ്. ഹൈറ്റ് ആയിട്ട് ഏതാണ് എടുക്കേണ്ടത്? ഈ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു ലൈനാണ് നമ്മൾ കണ്ടത്. ഈ ഒരു പെർപെൻഡിക്കുലർ ആണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു കാര്യം ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു സംഗതി, ഈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. മനസ്സിലായല്ലോ? ഞാൻ വേറൊരു എക്സാമ്പിൾ വരയ്ക്കാം. സപ്പോസ് ഇങ്ങനെയാണ് ട്രയാങ്കിൾ എന്നിരിക്കട്ടെ, ഇതാണ് നമ്മുടെ ബേസ് എന്നിരിക്കട്ടെ. ഈ തിയറത്തിൽ നമ്മുടെ ട്രയാങ്കിൾ ഏകദേശം ഈ ഒരു ഷേപ്പിലാണ്. ഇതാണ് നമ്മുടെ ബേസ്. ഈ ഒരു സംഗതിയാണ് നമ്മുടെ ബേസ് എന്നിരിക്കട്ടെ, ഈ ഒരു ലൈൻ. അപ്പം ഇത് ബേസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റും? ഇവിടുന്ന് ഏതായാലും ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റത്തില്ല, കാരണം അത് ചരിഞ്ഞു പോകും. പെർപെൻഡിക്കുലർ എപ്പോഴും സ്ട്രെയിറ്റ് ആവണമല്ലോ. സോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ബേസ് ഇച്ചിരി മേളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നിട്ട് ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് താഴോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഹൈറ്റ്. ഇത് നമ്മുടെ ഹൈറ്റ്, ഇത് നമ്മുടെ ബേസ്. ഇതേപോലെ തന്നെ ഒരു സംഗതിയാണ് ഈ തിയറത്തിലുള്ളത്. അപ്പം ഈ ഒരു ഐഡിയ നന്നായിട്ട് ഓർത്തിരുന്നെങ്കിൽ മാത്രം, മനസ്സിലായോ? ഞാൻ ഈ അവസാനം പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ഐഡിയ അത് നന്നായിട്ട് ഓർത്തിരിക്കണം. നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യാൻ ഇത് അത്യാവശ്യമാണ്. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സംഗതിയാണ്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കൊറോണ കാരണം ഈ ഒരു പോർഷൻ അവർ ഡിലീറ്റ് ചെയ്തിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്, കേട്ടല്ലോ. ഇത് നമ്മുടെ എൽ എന്നുള്ള ലൈന്, ഈ ലൈനിന്റെ പേര് എം. സോ എൽ ഈസ് പാരലൽ ടു എം. മനസ്സിലായോ? ഈ മേളിൽ തന്നിട്ടുള്ള എൽ എന്നുള്ള ലൈൻ താഴത്തെ എം എന്നുള്ള ലൈനുമായിട്ട് പാരലാണെന്നിരിക്കട്ടെ. ഇനിയും ഈ രണ്ട് ലൈനിനിടയ്ക്ക് നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് വരയ്ക്കാൻ പോവാണ്. കണ്ടോ? ട്രയാങ്കിൾ എ ബി സി കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടില്ലേ? ട്രയാങ്കിൾ എ ബി സി. എന്താ എ ബി സിയുടെ പ്രത്യേകത? എ ബി സിയുടെ ബേസ് എവിടാണ്? കണ്ടോ? ബേസ് ഏതാ? ബി സി. ബി സി എം എന്നുള്ള ലൈനയിലാണ്. അതേപോലെ എ എന്നുള്ള വെർട്ടെക്സ് എൽ എന്നുള്ള ലൈനയിലാണ്. ഇനി നമുക്ക് വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ആ ട്രയാങ്കിള് ഈ ബി സി എന്നുള്ള അതേ ബേസിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഈ ട്രയാങ്കിളിന്റെ പേര് ട്രയാങ്കിൾ ബി സി ഡി എന്നാണെന്നിരിക്കട്ടെ. എന്താണ് ട്രയാങ്കിൾ ബി സി ഡിയുടെ പ്രത്യേകത? ട്രയാങ്കിൾ ബി സി ഡിയുടെ ബേസ് കണ്ടോ? ബി സി അത് എം എന്നുള്ള ലൈനയിലാണ്. അതിന്റെ വെർട്ടെക്സ് ഡി എന്നുള്ളത് എൽ എന്നുള്ള ലൈനയിലാണ്. ശരി, ഈ രണ്ട് ട്രയാങ്കിൾ തമ്മിൽ 2-3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ഇതിന്റെ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ബേസ് സെയിം ആണ്. കണ്ടോ? ബേസ് സെയിം. ഈ രണ്ട് ട്രയാങ്കിൾ ഏതൊക്കെയാണത്? ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ഡി ബി സിയും. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസ് കണ്ടോ? സെയിമാ. ഏതാണ് ആ ബേസ്? ബി സി അല്ലെ? ട്രയാങ്കിൾ എ ബി സിക്കും ട്രയാങ്കിൾ ഡി ബി സിയും രണ്ടും ബി സി എന്നുള്ള സെയിം ബേസിലാണ്. അതേപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ മറ്റേ രണ്ട് വെർട്ടെക്സ് കണ്ടില്ലേ? അതർ 2 വെർട്ടിസസ് ഏതാണത്? എയും ഡിയും. അത് നമ്മുടെ ഈ എൽ എന്നുള്ള ലൈനയിലാണ്. സോ ഈ രണ്ട് ട്രയാങ്കിൾസും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയ്ക്കാണ്. മനസ്സിലായോ? സോ ദീസ് 2 triangles ആർ ബിറ്റ്വീൻ ദീസ് പാരലൽ ലൈൻസ്. ആൻഡ് പിന്നെന്താ പ്രത്യേകത? ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ബേസ് ഏതാണ്? ബി സി. മനസ്സിലായല്ലോ? ഈ രണ്ട് ട്രയാങ്കിൾസിനും സെയിം ബേസ് ആണ്. ബി സി ആണ് രണ്ട് ട്രയാങ്കിൾസിന്റെയും ബേസ്. അതേപോലെ ഈ രണ്ട് ട്രയാങ്കിൾസും ഒരു പാരലൽ ലൈനിന് അകത്താണ്. കണ്ടോ? ഒരേ പാരലൽ ലൈൻസിന്റെ അകത്താണ് ഈ രണ്ട് ട്രയാങ്കിൾസും ഉള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ മനസ്സിലായോ? ഒരേ ബേസും അതേപോലെ തന്നെ പാരലൽ ലൈൻസിന്റെ ഇടയ്ക്കും വരികയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ ഈക്വൽ ആണെന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഏരിയ ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു ഏരിയ ട്രയാങ്കിൾ ഡി ബി സി എന്ന് നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു. സോ ഈ ഒരു കാര്യവും നമുക്ക് വളരെ നന്നായിട്ട് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം ട്രയാങ്കിൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല, കേട്ടോ. ഇവിടെ നോക്കിക്കേ, ട്രയാങ്കിൾ പി ക്യു ആർ. ഏതാണ് പി ക്യു ആർ? കണ്ടോ? പി ക്യു ആർ.
അതേപോലെ ട്രയാങ്കിൾ പി ക്യു എസ് കണ്ടില്ലേ, പി ക്യു എസ്, ഈ രണ്ട് ട്രയാങ്കിളും കണ്ടോ, ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസ് ഏതാ, പി ക്യു ആണ് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ബേസ്. മനസ്സിലായോ? ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ബേസും ട്രയാങ്കിൾ പി ക്യു എസിന്റെ ബേസും ഏത് തന്നെയാണ്, പി ക്യു ആണ്. കണ്ടോ, രണ്ട് ട്രയാങ്കിളും ഒരേ ബേസ് ആണ്. അതേപോലെ തന്നെ രണ്ട് ട്രയാങ്കിൾസും കണ്ടോ സെയിം പാരലൽസ്, ഒരേ പാരലൽ ലൈനിന്റെ ഇടയ്ക്കാണ് ഈ രണ്ട് ട്രയാങ്കിൾസും വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു എസ്. മനസ്സിലായോ? ഈ ട്രയാങ്കിളിന്റെ ഏരിയയും അതേപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും സെയിം ആണെന്നാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത്. സോ ഈ ഒരു കാര്യം നന്നായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ തിയറം പ്രൂവ് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. ഒരു കാര്യം കൂടെ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് പറയാം. 10/x ആൻഡ് 10/y രണ്ട് വാല്യൂ ഉണ്ടെന്നിരിക്കട്ടെ. 10/x ആൻഡ് 10/y വളരെ സിമ്പിൾ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. എന്താണ് ഈ രണ്ട് വാല്യൂന്റെ പ്രത്യേകത? ഈ രണ്ട് വാല്യൂന്റെ ന്യൂമറേറ്റർ സെയിം ആണ്. കണ്ടോ, ഇവിടെയും 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്. ഈ രണ്ട് വാല്യൂന്റെ ന്യൂമറേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്ററിന് മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇവിടെ അത് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വൈ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരാള് നമ്മളോട് ഒന്ന് പറയുകയാണ്, ഞങ്ങൾ ഇപ്പൊ എഴുതിയ ഈ 10/xഉം 10/yയും ഇതിന്റെ എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണെന്ന് ഇരിക്കട്ടെ. ഒരാൾ നമ്മളോട് ഒന്ന് പറയുകയാണ്, നമ്മളിപ്പോൾ എഴുതിയ ഈ 10/xന്റെയും 10/yന്റെയും ഇതിന്റെ ന്യൂമറേറ്റർ ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, രണ്ടും 10 ആണ്. ഈ ഡിനോമിനേറ്റർ വന്ന് ഈക്വൽ ആണെന്ന് നമുക്ക് അറിയാമെന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് അങ്ങനെ പറഞ്ഞു, ഈ എക്സും വൈയും ഈക്വൽ ആണെന്നിരിക്കട്ടെ. ഈ വാല്യൂന് എന്ത് സംഭവിക്കും? ഈ വാല്യൂ ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ന്യൂമറേറ്റർ തമ്മിലും ഈക്വൽ ആണ്, അത് നമുക്ക് ഓൾറെഡി അറിയാം. ഡിനോമിനേറ്റർ തമ്മിൽ ഈക്വൽ ആണെന്ന് ഇപ്പോൾ ഒരാൾ വന്ന് പറയുകയും ചെയ്തു. സോ എന്താണ് സംഭവം, ഈ രണ്ട് വാല്യൂ 10/x എന്നുള്ള വാല്യൂയും 10/y എന്നുള്ള വാല്യൂയും ഈക്വൽ ആയിരിക്കും. സോ ഈ മൂന്ന് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്നുള്ള ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ശരി, തിയറം 6.1 ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടല്ലോ. ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ താഴോട്ട് തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് അവർ നമ്മളോട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം ഒന്ന് പറയാം. അതായത് ABC എന്നൊരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, ABC. ഇതിലെ ഏതെങ്കിലും ഒരു സൈഡിന് പാരലലായി ഒരു ലൈൻ വരയ്ക്കുന്നു. മനസ്സിലായോ? ഇപ്പം ഏതെങ്കിലും ഒരു സൈഡ്, ഞാനിപ്പം BC എന്നുള്ള സൈഡ് എടുക്കുന്നു. BC ആകണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇപ്പോഴത്തേക്ക് BC എന്നുള്ള സൈഡ് എടുക്കുന്നു. ഈ BCക്ക് പാരലലായി ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ള രണ്ട് സൈഡിനെയും കട്ട് ചെയ്യുന്ന ലൈൻ ആയിരിക്കണം. മനസ്സിലായോ? ഇങ്ങനെ BCക്ക് പാരലലായി ഞാൻ DE എന്നുള്ള ലൈൻ വരയ്ക്കുന്നു. മനസ്സിലായോ? എന്താ DEയുടെ പ്രത്യേകത എന്ന് മനസ്സിലായോ? DE പാരലൽ BC ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ട്രയാങ്കിൾ ABC ഉണ്ടായിരുന്നു, അതിലെ BC എന്നുള്ള സൈഡിന് പാരലലായി DE എന്നുള്ള ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ തിയറം നമ്മളോട് പറയുന്നത് AD/DB, AD എന്ന് പറഞ്ഞാൽ A മുതൽ D വരെയുള്ള ദൂരമാണ്, DB എന്ന് പറഞ്ഞാൽ D മുതൽ B വരെയുള്ള ദൂരമാണ്. സോ നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുമ്പം കണ്ടോ, ഈ രണ്ട് സൈഡും ഇങ്ങനെ കട്ടാകുമല്ലോ, കണ്ടില്ലേ? അപ്പൊ ഈ തിയറം നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ AD/DB, മനസ്സിലായോ? AD/DB ഈസ് ഈക്വൽ ടു AE/EC ആയിരിക്കും എന്നാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ട്രയാങ്കിൾ ABCയും DE പാരലൽ BCയും തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് AD/DB ഈസ് ഈക്വൽ ടു AE/EC ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഈ തിയറത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നോക്കിക്കേ, ഈ ട്രയാങ്കിളിന്റെ ADയും DBയും അതേപോലെ AEയും ECയും തന്നിട്ടുണ്ട്. നമുക്ക് AD/DB ഒന്ന് ചെയ്ത് നോക്കാം. AD എന്ന് പറഞ്ഞാൽ A മുതൽ D വരെയുള്ള ദൂരം. സോ AD/DB ഒന്ന് ചെയ്തേ. എത്രയാണ് AD/DB? 2/4. എത്രയാണ് 2/4? 1/2. അതേപോലെ AE/EC ഒന്ന് ചെയ്യാമോ? AE/EC എത്ര? AE/EC 5/10. എത്ര? 5/10. അതും 1/2. നോക്കിക്കേ, AD/DB അല്ലേ? AD/DB ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 1/2 കിട്ടി. അത് തന്നെയാണ് അല്ലെ? അത് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? AE/EC ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പൊ ഇങ്ങനെ കിട്ടണമെന്നാണ് ഈ തിയറം നമ്മളോട് പറഞ്ഞത്. മനസ്സിലായി കാണുമല്ലോ. ഒരു ട്രയാങ്കിളിലെ
ഒരു സൈഡിന് പാരലായി വേറൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ടു ഇന്റർസെക്ട് ദ അതർ ടു സൈഡ്സ് ഇൻ ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബി സി എന്നുള്ള സൈഡിന് പാരലായി വേറൊരു ലൈൻ വരയ്ക്കണം. നമ്മുടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ എ ബിയിലും വന്ന് കട്ട് ചെയ്യണം, അതേപോലെ എ സിയിലും വന്ന് കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ചുരുക്കി പറഞ്ഞാൽ ബി സിക്ക് പാരലായി ഒരു ലൈൻ ഡി ഇ വരയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദ സെയിം റേഷ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതർ ടു സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? എ ബിയും എ സിയും. അതെന്ത് സംഭവിക്കും? ഡിവൈഡഡ് ഇൻ ദ സെയിം റേഷ്യോ, ഒരേ റേഷ്യോയിൽ കട്ടാകും കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം എന്തായിരുന്നത്? നിങ്ങളൊന്ന് പറയാമോ കൂട്ടത്തിൽ? എ ഡി ബൈ ഡി ബി ഈസ് ഈക്വൽ ടു എ ഇ ബൈ ഇ സി ആയിരിക്കുമെന്നാണ് ഈ തിയറം, ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. സോ ഈ തിയറം പ്രൂവ് ചെയ്യാൻ നമ്മുടെ ആദ്യത്തെ ജോലി എന്താ? ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. അതായത് എന്തായിരുന്നോ തിയറം, ആ തിയറം അതേപോലെ എഴുതി വെക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ശരി, വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത് സ്റ്റേറ്റ്മെന്റാ. സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ഡയഗ്രമാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡയഗ്രം നമ്മൾ വരയ്ക്കണം. ശരി, നമ്മൾ ട്രയാങ്കിൾ എ ബി സി വരച്ചിട്ടുണ്ട്. ബി സിക്ക് പാരലായി ഡി ഇ എന്നുള്ള ലൈനും വരച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി, ഡയഗ്രമായി. ഇനി നമുക്ക് എന്ത് വേണം? ഗിവൺ വേണം. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത് അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് എഴുതേണ്ടത്. എന്താ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, അതാണ് ഈ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായി ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയുമാണ് നമ്മുടെ ഗിവൺ. നമുക്കതൊന്ന് എഴുതാമല്ലോ. മനസ്സിലായല്ലോ? ട്രയാങ്കിൾ എ ബി സി നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ എന്താണ് പ്രത്യേകത? ഡി ഇ പാരലൽ ബി സി, അതാണ് നമുക്ക് ഗിവൺ. അപ്പൊ ഗിവണും എഴുതി. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അത് എഴുതണം, അല്ലേ? ടു പ്രൂവ്. ഗിവൺ കഴിഞ്ഞാൽ പിന്നെ അതാണല്ലോ നമുക്ക് വേണ്ടത്. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? ദ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദ സെയിം റേഷ്യോ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഈ രണ്ട് സൈഡ്സും പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ എഴുതി വെക്കണം. ദാറ്റ് ഈസ്, എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? എ ഡി ബൈ ഡി ബി, അല്ലേ? സോ എ ഡി ബൈ ഡി ബി ഈസ് ഈക്വൽ ടു എ ഇ. സോ എ ഇ ബൈ ഇ സി എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ആ ജോലിയും കഴിഞ്ഞു. ഇനി കൺസ്ട്രക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ആ കൺസ്ട്രക്ഷൻസ് ചെയ്യണം. മനസ്സിലായോ? നമുക്ക് ഇതിന്റെ ഈ ഒരു പരുവത്തിലുള്ള ഡയഗ്രമാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇതേ കണ്ടില്ലേ, ട്രയാങ്കിൾ ബി ഡി ഇ, അതേപോലെ ട്രയാങ്കിൾ സി ഡി ബി. കണ്ടോ? ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടണം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ട്രയാങ്കിൾ ബി ഡി ഇയുടെ ഏരിയ കണ്ടുപിടിക്കണം. അതിന് ഇവിടുന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതേപോലെ തന്നെ ഈ ഗ്രീൻ ട്രയാങ്കിൾ സി ഡി ഇ, അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിന് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പൊ നമ്മുടെ ജോലി എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങൾ, അല്ലേ? ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ ഫോം ചെയ്യണം, ഇങ്ങനെ രണ്ട് പെർപെൻഡിക്കുലർ ഫോം ചെയ്യണം. സോ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ഫസ്റ്റ് കാര്യം എന്താ? ജോയിൻ ബി ഇ. കണ്ടോ? ബി മുതൽ ഇ വരെ ജോയിൻ ചെയ്യണം. അപ്പൊ അതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ. നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ ബി ഇ. പിന്നെ ജോയിൻ സി ഡി, അല്ലേ? സി മുതൽ ഡി വരെ, ഇതിങ്ങനെ സി മുതൽ ഡി വരെ നമ്മൾ ജോയിൻ ചെയ്യണം. പിന്നെ ഡി എം പെർപെൻഡിക്കുലർ ടു എ ഇ വരയ്ക്കണം, അല്ലേ? ഡ്രോ ഡി എം പെർപെൻഡിക്കുലർ എ ഇ വരയ്ക്കണം. അതേപോലെ തന്നെ ഇ എൻ പെർപെൻഡിക്കുലർ എ ഡി വരയ്ക്കണം. മനസ്സിലായല്ലോ? ഇവിടെ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇത്രയുമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ജോയിൻ ബി ഇ സി ഡി, പിന്നെ ഡ്രോ ഡി എം പെർപെൻഡിക്കുലർ എ ഇ ആൻഡ് ഇ എൻ പെർപെൻഡിക്കുലർ എ ഡി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് കൺസ്ട്രക്ഷനുമായി ഇനിയുമാണ് നമ്മൾ പ്രൂഫിലോട്ട് പോകേണ്ടത്. അതിന് നമ്മൾ ആദ്യമേ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ കൺസിഡർ ചെയ്യണം. ഏരിയ ട്രയാങ്കിൾ എ ഡി ഇ ബൈ ഏരിയ ട്രയാങ്കിൾ ബി ഡി ഇ. ഞാൻ ഒന്നുകൂടെ പറയാം. കണ്ടോ? എ ഡി ഇ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടോ? എ ഡി ഇ, മുകളിലത്തെ ട്രയാങ്കിളിന്റെ ഏരിയ ബൈ
താഴെ ബി ഡി ഇ, താഴത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടോ. ഇതാണ് നമ്മുടെ എ ഡി ഇ. നമുക്ക് എങ്ങനെ എ ഡി കണ്ടുപിടിക്കുന്നത്? ഏതെങ്കിലും ഒരു സൈഡ് ബേസ് ആയിട്ട് എടുക്കാം. നമുക്ക് തന്നെ ഈ സൈഡ് ബേസ് ആയിട്ട് എടുക്കാം. ഏതാണത്? എ ഡി അല്ലേ. സോ ഏരിയ ട്രയാങ്കിൾ എ ഡി ഇ കണ്ടോ, അതിനെ ഏതാ ബേസ് ആയിട്ട് എടുക്കണ്ടേ? കണ്ടോ, എ ഡി ബേസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് ഹാഫ് ബേസ്. ഇപ്പൊ ഏരിയ ട്രയാങ്കിൾ എ ഡി ഇ കണ്ടോ, ഇതാണ് നമ്മുടെ ഏരിയ ട്രയാങ്കിൾ എ ഡി ഇ. ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് ബേസ് ആയിട്ട് എടുക്കണം. നമ്മൾ ആദ്യമേ ഈ സൈഡ് കണ്ടോ, ഏതാണത്? ഈ എ ഡി എന്നുള്ള സൈഡ് ബേസ് ആയിട്ട് എടുക്കണം. സോ എത്ര വരും? എ ഡി ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ എ ഡി എന്നുള്ള ബേസിലോട്ടുള്ള ഹൈറ്റ് ഏതാണ്? കണ്ടോ, എ ഡി എന്നുള്ള ബേസിന് പെർപെൻഡിക്കുലറായി വരുന്ന ഹൈറ്റ് ഏതാണത്? ഇ എൻ. ഇതിനെക്കുറിച്ച് ഞാൻ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ? ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് ഏതായിരുന്നു? എ ഡി ഇൻറ്റു ഇ എൻ ഡിവൈഡഡ് ബൈ ഏരിയ ട്രയാങ്കിൾ ബി ഡി ഇ. ഇനി അത് കണ്ടുപിടിക്കണമല്ലോ. കണ്ടോ, ഏതാ ബി ഡി ഇ? ബി ഡി ഇ. ഞാൻ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞതാ. കണ്ടോ, ഈ ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ട്രയാങ്കിളാണ്. അപ്പൊ അതിന്റെ ബേസ് നമുക്ക് ഇതായിട്ട് എടുക്കാം. കണ്ടോ, ഇത് ബേസ് ആയിട്ട് എടുക്കാം. ഏതായിരുന്നു ബേസ്? ഹാഫ്. ബേസ് ഏതാ? ബി ഡി അല്ലേ. സോ ബി ഡി ബേസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെ, ഇവിടുന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ച് ഇവിടുന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത്. അപ്പൊ നോക്കിക്കേ, ബി ഡി ഇ ഇവിടെ നമുക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റത്തില്ല. സോ ഇത് ഇച്ചിരി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. സോ ബേസ് ഏതാ? ഇതാ നമ്മുടെ ബേസ്. ഹൈറ്റ് ഏതാണ്? ഇതാണ് നമ്മുടെ ഹൈറ്റ്. സോ ഏരിയ ട്രയാങ്കിൾ ബി ഡി ഇ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ഏതാണ്? കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരച്ചിട്ട് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇവിടുന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പെർപെൻഡിക്കുലർ ഏതാണ്? ഇ എൻ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ സ്മൂത്ത് ആയിരിക്കും. സോ എന്താ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി? ഹാഫ് ബി ഡി ഇൻറ്റു ഇ എൻ. സോ നമുക്കിവിടെ എന്ത് എഴുതാം? 1/2 ഇൻറ്റു ബി ഡി ഇൻറ്റു ഇ എൻ. ഇനി നോക്കിക്കേ, ഇ എന്നും ഇ എന്നും ക്യാൻസൽ ആയി പോകും, ഹാഫും ഹാഫും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് വരും? എ ഡി ബൈ ബി ഡി. ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ തന്നെ ഏരിയ ട്രയാങ്കിൾ എ ഡി ഇ ബൈ ഏരിയ ട്രയാങ്കിൾ സി ഡി ഇ എടുക്കാം. നമ്മൾ നേരത്തെ ഒരിക്കൽ ഏരിയ ട്രയാങ്കിൾ എ ഡി ഇ എടുത്തത്. അന്നേരം നമ്മൾ ഏതായിരുന്നു ബേസ് ആയിട്ട് എടുത്തത്? എ ഡി ആയിരുന്നു ബേസ് ആയിട്ട് എടുത്തത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ എ ഇ ബേസ് ആയിട്ട് എടുക്കാമല്ലോ. ഹാഫ് ബി എച്ച് അല്ലേ. സോ ഹാഫ് എ ഇ ഇൻറ്റു കണ്ടോ, ഈ ഒരു സൈഡിന്റെ ബേസ് ആയിട്ട് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഏത് സൈഡ് ബേസ് ആയിട്ട് എടുത്താലും സെയിം ആയിരിക്കും. സോ എ ഇ ബേസ് ആയിട്ട് എടുക്കുന്നു. സോ ഹാഫ് എ ഇ ഇൻറ്റു എ ഇയിലോട്ട് വരച്ചിട്ടുള്ള പെർപെൻഡിക്കുലർ ഏതാണത്? ഡി എം. മനസ്സിലായോ? സോ ഏരിയ ട്രയാങ്കിൾ എ ഡി ഇ കണ്ടോ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ നേരത്തെ ഒരിക്കൽ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് അന്നേരം എ ഡി ആയിരുന്നു ബേസ് ആയിട്ട് എടുത്തത്. ഇനി നമ്മൾ എ ഇ ബേസ് ആയിട്ട് എടുക്കുന്നു. ഹാഫ് എ ഇ ഇൻറ്റു ഡി എം. അത് നമുക്കൊന്ന് എഴുതാമല്ലോ. സോ ഏരിയ ട്രയാങ്കിൾ എ ഡി ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എ ഇ ഇൻറ്റു ഡി എം ഡിവൈഡഡ് ബൈ ഏരിയ ട്രയാങ്കിൾ സി ഡി ഇ. ഏതാ സി ഡി? കാണാൻ നോക്കണം. ഈ പച്ച കളർ ട്രയാങ്കിൾ സി ഡി ഇ. ഇതാണ് നമ്മുടെ സി ഡി ഇ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രയാങ്കിള് നിങ്ങൾ കാണുമ്പോഴറിയാം ഇച്ചിരി ചരിഞ്ഞിരിക്കുന്ന ട്രയാങ്കിളാ. കണ്ടോ, ഇതാ നമ്മുടെ സി ഡി ഇ. കണ്ടോ, ഈ ട്രയാങ്കിൾ സി ഡി ഇ. നമുക്ക് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇച്ചിരി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കും അല്ലേ. നോക്കിക്കേ, സി ഡി ഇ ഏതാ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്? ഇ സി ബേസ് ആയിട്ട് എടുക്കും. സോ ഫോർമുല എന്താ? ഹാഫ് ബേസ്. ബേസ് ഏതാണ് ഇവിടെ? ഇ സി ബേസ് ആയിട്ട് എടുക്കും അല്ലേ. ഹാഫ് ഇ സി ഇൻറ്റു ഹൈറ്റ്. എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്? ഇതിന് ഇച്ചിരി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കണ്ടോ, അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഏതാണത്? ഹൈറ്റ് ഡി എം.
മനസ്സിലായല്ലോ. സോ ഏരിയ ട്രയാങ്കിൾ സി ഡി ഇ എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് ബേസ്. ബേസ് ഏതായിരുന്നു? EC അല്ലേ? സോ ഹാഫ് EC ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് ഏതാണ്? DM. ഈ DM ഉം ഈ DM ഉം ക്യാൻസൽ ആയി, ഹാഫും ഹാഫും ക്യാൻസൽ ആയി. ബാക്കി എന്ത് വരും? AE/EC വരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തുവാ? AD/DB = AE/EC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ AD/BD കിട്ടിയിട്ടുണ്ട് അല്ലെ? AD/BD എന്ന് പറഞ്ഞാലും DB എന്ന് പറഞ്ഞാലും സെയിം ആണ്. അതേപോലെ AE/EC അതും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി എളുപ്പമായി. എങ്ങനെ നമുക്ക് ഇത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും? നോക്കിക്കേ, ഞാൻ നേരത്തെ ഒരിക്കൽ നിങ്ങളോട് ഈ 10/x ഉം 10/y ഉം ഈക്വൽ ആവുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. രണ്ടിന്റെ ന്യൂമറേറ്റർ സെയിം ആണ്. ഇനിയും ഈ ഡിനോമിനേറ്റർ കൂടി സെയിം ആയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഈ രണ്ട് വാല്യൂസ് നോക്കി, ഇതിന്റെ രണ്ടിന്റെ ന്യൂമറേറ്റർ കണ്ടോ? ADE രണ്ടിന്റെ ന്യൂമറേറ്റർ. അപ്പം ഡിനോമിനേറ്റർ സെയിം ആകണം, എന്നാൽ നമുക്ക് പണി എളുപ്പമായിരിക്കും. ഡിനോമിനേറ്റർ ഏതാ? BDE കണ്ടോ? BDE. പിന്നോ CDE. എന്തായിരുന്നു ഈ ലൈൻസിന്റെ ഒക്കെ പ്രത്യേകത? DE പാരലൽ BC കണ്ടോ? DE പാരലൽ BC ആണെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ BDE അതേപോലെ ട്രയാങ്കിൾ CDE. ഇതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഞാൻ തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണെന്ന്. ഈ രണ്ട് ട്രയാങ്കിൾസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ബേസ് സെയിം ആണ്. കണ്ടോ? രണ്ട് ട്രയാങ്കിൾസും DE ആണ് ബേസ്. BDE എടുത്താലും CDE എടുത്താലും, DE ഒരു ഫിഗർ ഞാൻ എടുത്തു വരച്ചേക്കുന്നതാ. ഇതിന്റെ ബേസ് സെയിം ആണ്. മനസ്സിലായോ? പിന്നെ വേറെ പ്രത്യേകതയുണ്ടോ? ഈ രണ്ട് ട്രയാങ്കിൾസും ഒരേ പാരലൽ ലൈൻസിനകത്താണ്. മനസ്സിലായോ? ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഓൺ ദ സെയിം ബേസ് DE ആൻഡ് ആർ ബിറ്റ്വീൻ ദ സെയിം പാരലൽസ് DE പാരലൽ BC. അങ്ങനെ ഒരേ ബേസ് ഉള്ളതും പാരലൽ ലൈൻസിന്റെ ഇടയ്ക്ക് വരുന്നതുമായ ഈ രണ്ട് ട്രയാങ്കിൾസിന് ഒരു പ്രത്യേകത ഉള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു പ്രത്യേകത. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഏരിയ ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ സെയിം. കാരണം മനസ്സിലായല്ലോ, ഈ രണ്ട് ട്രയാങ്കിൾസിനും ഒരേ ബേസ് ആണ്, ബിറ്റ്വീൻ സെയിം പാരലൽസുമാണ്. സോ ഇതിന്റെ രണ്ടിന്റെ ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? ഈ രണ്ട് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ BDEയും അതേപോലെ ട്രയാങ്കിൾ CDE കണ്ടോ? CDE. ഈ രണ്ട് ട്രയാങ്കിൾസിന് സെയിം ബേസ് ആണ്. അതേപോലെ DE പാരലൽ BC ആയതുകൊണ്ട് ഇത് സെയിം ബേസും ഒരേ പാരലൽ ലൈൻസിനും ഇടയ്ക്കാണ്. Therefore ഇതിന്റെ രണ്ടിന്റെ ഏരിയ സെയിം ആണ്. ദാറ്റ് ഈസ് ഏരിയ ട്രയാങ്കിൾ BDE = ഏരിയ ട്രയാങ്കിൾ CDE. കണ്ടോ? ഈ രണ്ട് വാല്യൂ കണ്ടോ? ഈ രണ്ട് വാല്യൂ ഇതിന്റെ രണ്ടിന്റെ ന്യൂമറേറ്റർ സെയിം ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. കണ്ടോ? രണ്ടും ADE ആണ്. ഇപ്പൊ ഇവര് പറയാ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണെന്ന്. ഞാൻ നേരത്തെ ഒരു 10/x ഉം അതേപോലെ തന്നെ 10/y ഉം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ന്യൂമറേറ്റർ രണ്ടും സെയിം ആണെന്ന് നമുക്ക് നേരത്തെ അറിയാം. ഡിനോമിനേറ്റർ സെയിം ആണെന്ന് ഇപ്പം നമുക്ക് കിട്ടി. കണ്ടോ? ഏരിയ ട്രയാങ്കിൾ BDE = ഏരിയ ട്രയാങ്കിൾ CDE. ഈ ഡിനോമിനേറ്റർ സെയിം ആണെന്ന് ഇപ്പം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാല്യൂസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എവിടുന്നാണ് നമുക്കത് കിട്ടിയത്? ഫ്രം ഇക്വേഷൻ 1, ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3. അങ്ങനെയാണെങ്കിൽ എന്താണ് ഏരിയ ട്രയാങ്കിൾ ADE/ഏരിയ ട്രയാങ്കിൾ BDE? ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏരിയ ട്രയാങ്കിൾ ADE/ഏരിയ ട്രയാങ്കിൾ BDE ഏതാണത്? AD/BDE = ഏരിയ ട്രയാങ്കിൾ ADE/ഏരിയ ട്രയാങ്കിൾ CDE ഏതാണ്? AE/EC. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നോക്കിക്കേ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് AD/DB. DB എന്ന് പറഞ്ഞാൽ കണ്ടോ? ഇതാ DB. DB എന്ന് പറഞ്ഞാലും BD എന്ന് പറഞ്ഞാലും സെയിം ആ. സോ AD/DB = AE/EC. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അത് നമുക്ക് പ്രൂഫ് ആൻഡ് കൺക്ലൂഷൻ കിട്ടി. മനസ്സിലാക്കി പഠിച്ചാൽ എഴുതാൻ വളരെ കുറച്ചേ ഉള്ളൂ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ സത്യം പറഞ്ഞാൽ നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ളൂ. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നെ ഉള്ളതാണ്. എന്നാലും നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിക്കണം. വളരെ സിമ്പിളാണ്. നന്നായിട്ട് മനസ്സിലാക്കി
വളരെ നന്നായിട്ട് എഴുതി ഒരു 3-4 വട്ടമൊക്കെ നോക്കി അല്ലെങ്കിൽ മനസ്സിലാക്കി എഴുതിയിട്ട് 2-3 വട്ടമൊക്കെ കാണാതും എഴുതണം. എന്നാലേ നമുക്കിത് വളരെ തറവായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് എഴുതി നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചോണം.